ഇപ്പൊ നമ്മുടെ കണ്ണൂർ ജില്ലയിൽ നിന്നും വന്നിരിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരാണ്. ഹൈസ്കൂൾ ഭാഗത്തില് ദേശഭക്തി ഗാനത്തിൽ എ ഗ്രേഡ് നേടിയിരിക്കുന്ന കുട്ടികൾ. അവരെ പരിശീലിപ്പിച്ച അധ്യാപകരും കൂടെയുണ്ട്. അത് നമുക്ക് മാഷിലേക്ക്. മാഷിന്റെ പേര് ജോയ് മാഷ്, പയ്യന്നൂർ. ജോയ് മാഷ്. എവിടെ സ്ഥലം? പയ്യന്നൂർ. മക്കളെ സ്കൂളിന്റെ പേരെന്താ? സെന്റ് മേരീസ് ഹൈസ്കൂൾ ഫോർ ഗേൾസ് പയ്യന്നൂർ. പേര്? അരുണി മാർക്കെ. ശ്രീനന്ദ. മെറൻ വിജയ്. അനന്യ കലേഷ്. നിരഞ്ജനായി. ദേവനന്ദ. അമേയ. എ ഗ്രേഡ് കിട്ടുകൊണ്ട് എല്ലാവർക്കും സന്തോഷമല്ലേ? ഹാപ്പി അല്ലേ? അപ്പൊ ഹാപ്പി ആയിട്ട് നമ്മൾ കണ്ണൂരേക്ക് തിരിച്ചു പോകാൻ പാടുള്ളൂ. ഓക്കെ, എന്തായാലും നമ്മൾ മത്സരം മുറിക്കൊണ്ടിരിക്കുന്നു. ആ രാവും കപ്പ് കൊണ്ടുക എന്നുള്ളതിന് തീരുമാനമായിട്ടില്ല. അത് വരും ദിവസങ്ങളിലാവത്തുള്ളൂ. അപ്പൊ നമുക്ക് ചെറുതായിട്ട് പാടാം. റെഡി? വന്ദനം പരിപാവന ഭൂവേ ഹൃദയാങ്കിത സുഹൃദാംബിക ബന്ധുരാമൃതവേദമുണർന്നൊരു വന്ദിതേ വരദായിനി ഭാരതമിന്റെ നാടഭിമാന മനോജ്ഞ തനന 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 തനന. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ പാട്ട് കേൾക്കാൻ വേണ്ടി നമ്മുടെ ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. സാർ പ്ലീസ് വെൽക്കം സാർ. വാ. എന്തായാലും കേരള വിഷൻ ന്യൂസ് ചാനലിന്റെ തത്സമയ സംപ്രേഷണ പരിപാടിയിലേക്ക് സാർ ഇവിടെ അപ്രതീക്ഷിതമായിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ കൂട്ടുകാരുടെ പാട്ട് കേട്ടല്ലോ? കേട്ടു. നമ്മുടെ കണ്ണൂർ ജില്ലക്കാരാണ്. പാട്ട് കേട്ടെന്ന് മാത്രമല്ല, നമ്മുടെ മത്സരവേദിയേക്കാൾ സജീവമായിരിക്കുന്നത് നിങ്ങളുടെ മീഡിയ സെന്ററിലാണ്. എല്ലാ മത്സരാർത്ഥികളും അവിടെ വിജയിച്ചാലും ഇവിടെ അവതരിപ്പിക്കാനാണ് അവർക്ക് കൂടുതൽ താല്പര്യം. ഇവിടെ അവതരിപ്പിച്ച് അതിലൂടെ മാധ്യമങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനുള്ള പരിശ്രമമാണ്. അതിൽ മാധ്യമ സുഹൃത്തുക്കളായ നിങ്ങൾ വിജയിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. മൊത്തത്തില് കലാപരിപാടിയെ പറ്റി വിലയിരുത്തലുണ്ട്? മൊത്തത്തിൽ ഒരു വളരെ ശാന്തമല്ലേ. കലോത്സവങ്ങളുടെ ചരിത്രം 62 വർഷത്തെ മുൻപുള്ള, ഇപ്പൊ ഇത് 63ആണല്ലോ. 63ാം സ്കൂൾ കലോത്സവത്തിൽ ഇതേവരെ ഒരു പരാതി വന്നില്ലല്ലോ. സാധാരണ ജഡ്ജ്മെന്റിനെ സംബന്ധിച്ച് അത് ചോദ്യം ചെയ്യാനും അതിന്റെ പേരിലുണ്ടാകുന്ന കോലാഹലങ്ങളുമാണ് മാധ്യമങ്ങൾ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത്. ഇത്തവണ മാധ്യമങ്ങളെ നിരാശപ്പെടുത്തിയിരിക്കുകയാണ്. ഇത്തവണ യാതൊരു പരാതിയും ഇതുവരെ രക്ഷകർത്താക്കളോ വിദ്യാർത്ഥികളോ ആരുടെ ശ്രദ്ധയിലും വന്നതായിട്ട് അറിയില്ല. സന്തോഷം. അതാണ് ഏറ്റവും വലിയ വിജയം അല്ലേ? ശരി. താങ്ക് യു. അപ്പം സാറ് മറ്റ് പല മീഡിയയിൽ സന്ദർശിക്കണം. എന്തായാലും സാറ് പറഞ്ഞ പോലെ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാര് മന്ത്രിയുടെ മുന്നിൽ പാടിയില്ലേ? അപ്പൊ അതൊരു കുറച്ചുകൂടി എന്താണ് പോസിറ്റീവ് എനർജിയാണ് അല്ലേ? അപ്പൊ എന്തായാലും സന്തോഷമായിട്ട് പോവാ. എല്ലാവിധ ഭാവന നേരുന്നു, കൂടെ മാസ്കും. ഓക്കെ, താങ്ക് യു.